Very good morning, dear students. Welcome to our 7th class. So with this class we are going to come to the end of business entry strategies. അപ്പോൾ നമ്മുടെ 11th ചാപ്റ്റർ വൈൻഡ് അപ്പ് ചെയ്യാണ് നമ്മൾ ഇന്ന്. ലാസ്റ്റ് ഭാഗമാണ്. ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദ ഗ്ലോബൽ സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ്, അതേപോലെ തന്നെ ജോയിൻറ്റ് വെഞ്ചറും നമ്മുടെ സ്ട്രാറ്റജിക് അലയൻസും തമ്മിലുള്ള മെയിൻ കമ്പാരിസൺ എന്താണെന്നുള്ളതും, ആൻഡ് ദ റീസൺസ് ഫോർ സ്ട്രാറ്റജിക് ഗ്ലോബൽ അലയൻസസ്, what are the factors influencing decisions of entry modes, and last part is entry strategy analysis. So these are all the things we are going to discuss and we'll enter into the topic. Okay, so എന്തൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് റിമൈൻഡ് ചെയ്ത് എന്തൊക്കെയാണെന്നുള്ളത്. ജസ്റ്റ് നമ്മുടെ എന്തൊക്കെ ടൈപ്പ് ഓഫ് ഫ്രാഞ്ചൈസീസ് ആണോ, അതല്ലാന്നുണ്ടെങ്കിൽ ലൈസൻസിങ് ആണോ, സബ്സിഡിയറി ആണോ, എങ്ങനെയൊക്കെ നമുക്ക് എൻറ്റർ ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. ഇന്ന് നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ പല കമ്പനീസിനെ കുറിച്ചിട്ടും അപ്പോഴാണ് നമുക്കറിയാൻ പറ്റുക ഇവരൊക്കെ മൾട്ടിനാഷണൽ എൻ്റർപ്രൈസസ് ആണ് എന്നുള്ളത്. നമ്മളിതൊന്നും ശ്രദ്ധിക്കാറില്ല. ഇത് കമ്പനിയുടെ ആവോ, ഇതൊക്കെ നമ്മൾ കമ്പനി പലതും നമ്മൾ കേട്ടിട്ടുണ്ടാവും. സി ഫോർ എക്സാമ്പിൾ, ഹാവ് യു ഹേർഡ് അബൌട്ട് ദ കമ്പനി ഷെൽ എന്ന് പറഞ്ഞ കമ്പനി കേട്ടിട്ടുണ്ടോ? ഉണ്ടാവണമല്ലോ അല്ലേ? ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടിട്ടുള്ളത് ഏതാണ്? എനി ഐഡിയ? ക്ലൂ തരാം. എനർജിയാണ് ഇവരുടേത് മെയിൻ തിങ്. അപ്പോഴെന്തെങ്കിലും ഓർമ്മയിൽ വരുന്നുണ്ടോ? ഓക്കെ, സോ ദെയർ മെയിൻ ബിസിനസ് ഇസ് ഫ്യൂവൽ, പെട്രോളിയം പ്രോഡക്ട്സ്. ഷെൽ ഇഷ്ടംപോലെ പെട്രോളിയം പ്രോഡക്ട്സ് അവർ ഇറക്കുന്നുണ്ട്. അതിന് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. എനർജി റിലേറ്റ് ചെയ്തിട്ടുള്ള ഷെല്ലിൻ്റെ നമുക്ക് ഈവൻ ദറ്റ് ഈസ് എന്ന് പറയാം എനർജി കൺവേർട്ടിംഗ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം അവർ ചെയ്യുന്നുണ്ട്. സോ ഇസ് ദിസ് ആൻ ഇന്ത്യൻ കമ്പനി? ദാറ്റ്സ് മൈ ക്വസ്റ്റ്യൻ. ആണോ? അത് ഞാൻ പറഞ്ഞു, ഓരോ കാര്യങ്ങളിലേക്കും ഇറങ്ങി ചെല്ലുമ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇവരൊക്കെ പലരും ഫോറിൻ ബേസ്ഡ് ആയിട്ടുള്ള കമ്പനീസാണ്. സബ്സിഡിയറിയാണ് ഇവരുടെ മോഡ് എന്ന് പറയുന്നത്. ബിസിനസ് മോഡ് എന്ന് പറയുന്നത് സബ്സിഡിയറി മോഡാണ്. സോ അങ്ങനെയാണ് ഇവർ ഇറങ്ങിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ സബ്സിഡിയറി എന്ന് പറയുമ്പോൾ അതിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ പല രീതിയിലുള്ള, ദറ്റ് ഈസ് ബിസിനസ് സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ, അലയൻസ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് വരുന്ന കാര്യം എന്താണെന്നുണ്ടെങ്കിൽ മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ കം ടുഗെദർ. 2-3 രാജ്യങ്ങളിലുള്ള ആൾക്കാർ ഈ പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ബിസിനസ്സിലേക്ക് താല്പര്യം കാണിച്ച് അവർ വരും. ഓക്കെ, സോ വാട്ട് ദേ ആർ ഡൂയിങ് ഇസ് അവരവരുടെ കയ്യിലുള്ള റിസോഴ്സസ് ആണ് ദേ ആർ പൂളിങ് ഇറ്റ് ടുഗെദർ. എന്നിട്ട് മാക്സിമം അവരെന്ത് ചെയ്യാണ്, ദ ബെസ്റ്റ് ഔട്ട്പുട്ട് കൊടുക്കാനായിട്ടാണ് അവർ ശ്രദ്ധിക്കുന്നത്. ഓക്കെ, സോ വിൽ ഡിസ്കസ് ഇൻ ഡീറ്റെയിൽ അബൌട്ട് ദ ഗ്ലോബൽ സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പിനെ കുറിച്ചിട്ട് എന്താണെന്നുള്ളത് നോക്കാം. ഇൻ എ ഗ്ലോബൽ സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ്, 2 or more firms from different countries work as a team. Okay, global strategic partnershipലെ 2-3 കമ്പനികൾ പല രാജ്യങ്ങളിൽ നിന്നും ഒന്ന് ചേർന്ന് ഒരു ഒറ്റ ടീമായിട്ടാണ് അവർ വർക്ക് ചെയ്യുന്നത്. ദേ പൂൾ ദെയർ റിസോഴ്സസ് ഓർ സ്കിൽസ് ടു പ്രൊവൈഡ് ബെറ്റർ പ്രോഡക്ട്സ് ഓർ സർവീസസ്. ഒന്നെങ്കിൽ ഒരു നല്ല പ്രോഡക്റ്റ്, അതല്ലാന്നുണ്ടെങ്കിൽ സർവീസസ് ജനങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവരവരുടെ കയ്യിലുള്ള റിസോഴ്സസ് യൂട്ടിലൈസ് ചെയ്യാനും കൂടിയാണ് 2-3 കമ്പനീസ് അല്ലെങ്കിൽ ഫേംസ് ആർ കമ്മിങ് ടുഗെദർ എന്നുള്ളതാണ്. സോ അവരവരുടെ കയ്യിലുള്ള റിസോഴ്സസ്, അവൈലബിൾ റിസോഴ്സസ് എന്താണോ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതും ദ ബെസ്റ്റ് പ്രോഡക്റ്റ് മാർക്കറ്റിലേക്ക് എത്തിക്കുക എന്നുള്ളതുമാണ് അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഓക്കെ, ഗ്ലോബൽ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം നോക്കാം. മേ ഓൾസോ റെഫർ ടു ദ ബ്രോഡ്നെസ് ഓഫ് സ്കോപ്പ് ആൻഡ് ഡെപ്ത് ഓഫ് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ദ ഫേംസ്. ഗ്ലോബൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം അറിയാം ദാറ്റ് ഈസ്
ഇൻ്റർനാഷണൽ എന്നുള്ളതാണ്. സോ ഒരു സ്ഥലത്ത് ഒതുങ്ങി നിൽക്കുന്നതല്ല നമ്മൾ. ഗ്ലോബൽ എന്ന് പറയുമ്പോൾ പല രാജ്യങ്ങളിലും കൂടി നമ്മൾ നടത്തുന്ന ഒരു ഇൻട്രാക്ഷൻസിൻ്റെ ഡെപ്ത് ഇതെല്ലാം അവിടെ വരുന്നുണ്ട് എന്നുള്ളതാണ്. The depth of this partnership makes it global even if both companies have a limited international presence. Global strategic partnership also help companies spread the risk and cost associated with research and development. മെയിനായിട്ട് ഈ ദാറ്റ് ഈസ് മൾട്ടിനാഷണൽ എൻ്റർപ്രൈസസ് വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെങ്കിൽ മാക്സിമം റിസ്കുകൾ നമുക്ക് സ്പ്രെഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ഇൻഷുറൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വാട്ട് വി ആർ ഡൂയിങ് ഇസ് വി ആർ സ്പ്രെഡിങ് ദ റിസ്ക് ടു ഓൾ. എല്ലാവരും കൂടി ഒരുമിച്ച് ഏറ്റെടുക്കുകയാണ്. ആൻഡ് ആർക്കെങ്കിലും ഒരു നഷ്ടം സംഭവിക്കുമ്പോൾ നമ്മളതിലേക്ക് കൊടുത്തിട്ടുള്ള പ്രീമിയം എമൗണ്ട് എന്നാണ് അവർ പേ ചെയ്യുന്നതെല്ലാം. സോ അതേപോലെ തന്നെ എല്ലാ നഷ്ടങ്ങളും കൂടി ഒരാൾ വഹിക്കണമെന്നില്ല. മറിച്ച് നമ്മൾ എന്ത് ചെയ്യാണ്, 2-3 രാജ്യങ്ങളിലുള്ള വെൽ എക്സിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനീസൊക്കെ ആയിരിക്കാം ദേ ആർ കമ്മിങ് ടുഗെദർ ടു വർക്ക് ആസ് എ ടീം എന്നുള്ളതാണ്. അതാണ് ഇവിടുത്തെ ദറ്റ് ഈസ് ഗ്ലോബൽ സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ then increase in the number of global strategic alliances among multinational enterprises from different countries in transforming the global business environment. അതിൽ ഏതൊക്കെയാണ് എന്നുള്ള എക്സാമ്പിൾസ് ഒന്ന് പറയാം. മൊട്ടറോള, സീമെൻസ്, സോണി, ജനറൽ മോട്ടോഴ്സ്, ഡൈംലർ ആൻഡ് ടൊയോട്ട have built such alliances. പിന്നെ വന്നതാണ് റോയൽ ഡച്ച് ഷെൽ എന്ന് പറയുന്നത് has established more than 30 joint ventures. So initially അവർക്കുണ്ടായിരുന്ന ഷെൽ ബിസിനസ്, സീ ഷെൽ ബിസിനസ് ആയിരുന്നു അവർക്ക് ആദ്യം ഉണ്ടായിരുന്നത് ഈ ഷെൽ കമ്പനിക്ക്. അത് കഴിഞ്ഞിട്ടാണ് അവർ അതിൻ്റെ എക്സ്പോർട്ടിങ്ങും കാര്യങ്ങളൊക്കെ അവർ നല്ല രീതിയിൽ ചെയ്യാനായിട്ട് തുടങ്ങിയത്. ഇങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് അവർ നെക്സ്റ്റ് തലമുറയിലേക്ക് ഈ ഒരു ബിസിനസ് കൈമാറപ്പെട്ടു. അവിടെ നിന്ന് അങ്ങോട്ട് ബിസിനസ് അങ്ങോട്ട് ഡെവലപ്പ് ചെയ്യാനായിട്ട് തുടങ്ങി. ഇതേപോലെ 2-3 പല രാജ്യങ്ങളിൽ നിന്നും ഓരോരുത്തരും ജോയിൻ ചെയ്ത് 30 ജോയിൻറ്റ് വെഞ്ചേഴ്സാണ് അവിടെ ഉള്ളത്. അപ്പോൾ പല പ്രോഡക്ട്സും അവർ വരുന്നുണ്ട്. അതിൽ ഏറ്റവും ക്ലിക്കായിട്ടുള്ളത് അവരുടെ പെട്രോളിയം പ്രോഡക്ട്സ് കൂടിയാണ്. ഓക്കെ, അപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ പോകുന്നതും അതുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക, ഒരു സിംഗിൾ കമ്പനി തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്നില്ല. ചില ആൾക്കാരുടെ കയ്യിൽ പവർ ഉണ്ടായിരിക്കും, ചില ആൾക്കാരുടെ കയ്യിൽ അതിനുള്ള റിസോഴ്സസ് ഉണ്ടായിരിക്കും, മെറ്റീരിയൽസ് ഉണ്ടായിരിക്കും, ചില ആൾക്കാരുടെ കയ്യിൽ മാർക്കറ്റിംഗ് ഐഡിയാസ് ഉണ്ടായിരിക്കും, ചില രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉണ്ടായിരിക്കും, ചില രാജ്യങ്ങളിൽ ഒട്ടും തന്നെ ഡിമാൻഡ് ഉണ്ടാവില്ല, മാക്സിമം മാൻ പവർ ഉണ്ടായിരിക്കും. സോ ഇങ്ങനെ ഓരോ രാജ്യങ്ങളിലുമുള്ള റിസോഴ്സസ് എന്താണോ ഇതൊക്കെ കൂടി നമുക്ക് യൂട്ടിലൈസ് ചെയ്യാനുള്ള ഒരു അവസരം കൂടിയാണ് ബിസിനസ് സ്ട്രാറ്റജി അലയൻസ് എന്ന് പറയുന്നത്. Okay, now we'll move on to the comparison between the joint venture and the strategic alliance. അപ്പോൾ എന്താണ് ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസസ് എന്നുള്ള ഒരു കമ്പാരിസൺ നമുക്കൊന്ന് നടത്തി നോക്കാം. നമുക്കൊരു കൺഫ്യൂഷൻ്റെ ആവശ്യം വരുന്നില്ല. ഓക്കെ, അപ്പോൾ ജോയിൻറ്റ് വെഞ്ചറും സ്ട്രാറ്റജിക് അലയൻസും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് മക്കൾക്ക് തിരിച്ചറിയാനും സാധിക്കും. സോ ഇതിൻ്റെ മീനിങ് ബേസിസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജോയിൻറ്റ് വെഞ്ചർ എന്ന് പറയുന്നത് ഇസ് എ ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ set up by 2 or more business organization for the purpose of carrying out a particular task or business activity. എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ടാസ്കിൻ്റെ കംപ്ലീഷന് വേണ്ടിയിട്ടോ ഒരു ബിസിനസ് ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ടോ 2-3 കമ്പനീസ് ആർ കമ്മിങ് ടുഗെദർ. ഓക്കെ, ഇനി സ്ട്രാറ്റജിക് അലയൻസിൽ എന്താണ് മാറ്റമെന്ന് നോക്കാം നമുക്ക്. സ്ട്രാറ്റജിക് അലയൻസ് ഇംപ്ലൈസ് an agreement between 2 or more entities to work jointly with one another to increase the performance of both the parties. So ഇവിടെ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ they are entering into the agreement. So 1 or more, 2 or more parties they get into an agreement. Mutual agreement ആണ്. എന്താണ് അവരുള്ള അഗ്രിമെൻറ്റ് എന്നുള്ളത് നോക്കാം. To work jointly with one another, എന്ത് കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിലും ഒരുമിച്ച് വർക്ക് ചെയ്യാമെന്നുള്ളതും to increase the performance of both the parties, 2 ടീമുകളുടെയും അല്ലെങ്കിൽ 2 പാർട്ടീസിൻ്റെയും പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യാനായിട്ട് നമുക്ക് ഒരുമിച്ച് പ്രയത്നിക്കാം എന്നുള്ളതാണ്
സ്ട്രാറ്റജിക് അലയൻസിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം. ഇനി അവർ ഇൻഡിപെൻഡൻറ്റ് ഓർഗനൈസേഷൻ ആണോ എന്നുള്ളത് നോക്കാം. The entities which come together in a joint venture do not continue to operate as independent companies. ഒരു ജോയിൻറ്റ് വെഞ്ചറിൽ 2-3 കമ്പനീസ് ഒരുമിച്ച് വരികയാണ്, അവർ ഒരുമിച്ച് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ 3 കമ്പനീസും 3 ഇൻഡിപെൻഡൻറ്റ് നെയിംസിലല്ല അറിയപ്പെടുന്നത്, ഇവർ 3ഉം കൂടി ഒന്നാണ്. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ സോണി എറിക്സൺ എന്ന് പറഞ്ഞിട്ട് മൊബൈൽ ഫോൺ ഞാൻ എക്സാമ്പിൾസ് പലപ്പോഴും പറയാറുണ്ട്. സോണി വേറെ എറിക്സൺ വേറെയാണ്. ഈ എറിക്സണിന് അവർക്കൊരു എസ്റ്റാബ്ലിഷ്മെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് സോണിയുടെ ഒരു സഹായം അവർ തേടുന്നത്. അങ്ങനെയാണ് ജോയിൻറ്റ് വെഞ്ചർ എന്ന പേരിൽ സോണിയും എറിക്സണും കൂടി ഒന്നാവുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ സോണി എറിക്സൺ എന്ന് പറയുമ്പോൾ ഒരു പ്രോഡക്റ്റ് അറിയപ്പെടുന്നതും സോണി എറിക്സൺ ആണ്, അല്ലെങ്കിൽ എറിക്സൻ്റെ ആണ് സോണിയുടെ ആണ് എന്നുള്ള 2 ഡിഫറെൻറ്റ് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള കമ്പനീസ് ആയിട്ടല്ല അറിയപ്പെടുന്നത്. Okay, in joint venture, when 2 or more companies are coming together, they are known as a single company, a single organization, not these 3 or these 2 as independent organization. അവിടെ ജോയിൻ്റ് ആവുന്ന 2 കമ്പനീസ് ആണെന്നുണ്ടെങ്കിൽ 2ഉം ഇൻഡിപെൻഡൻ്റ് അല്ല, പിന്നെ ഒന്നാണ് എന്നുള്ളതാണ്. ഓക്കെ, സ്ട്രാറ്റജിക് അലയൻസിൽ നോക്കാം. The entities which come together in a strategic alliance continue to operate as independent companies. സ്ട്രാറ്റജിക് അലയൻസ് എന്ന് പറയുമ്പോൾ 3 രാജ്യങ്ങളിൽ നിന്നൊക്കെ ആയിരിക്കും വരുന്നുണ്ടായിരിക്കാം, 2 3 അല്ലെങ്കിൽ 4 രാജ്യങ്ങളിൽ നിന്നായിരിക്കും കമ്പനീസ് വരുന്നുണ്ടായിരിക്കാം. ഓരോ കമ്പനീസും ആർ കൺസിഡേർഡ് ആസ് ഇൻഡിപെൻഡൻറ്റ് ഓർഗനൈസേഷൻസ്. നൗ ഐ തിങ്ക് ഇറ്റ് ഈസ് വെരി ക്ലിയർ ഫോർ യു. ജോയിൻറ്റ് വെഞ്ചർ എന്ന് പറയുന്ന പേരിൽ നമ്മൾ ഒരുമിച്ച് ചേരുകയാണെന്നുണ്ടെങ്കിൽ ഒരുമിച്ച് ചേരുന്ന കമ്പനീസ് ഒന്നാണ്. അവിടെ 2 കമ്പനി ഉണ്ടെന്നുണ്ടെങ്കിലും ഒരൊറ്റ പേരിലാണ് അവർ അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി സ്ട്രാറ്റജി അലയൻസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2-3 കമ്പനീസ് അല്ലെങ്കിൽ 2-3 രാജ്യങ്ങളിൽ എക്സിസ്റ്റ് ചെയ്യുന്ന കമ്പനീസ് ഒരുമിച്ച് കൂടുകയാണെന്നുണ്ടെങ്കിൽ പോലും ഓരോ രാജ്യങ്ങളിലും ഓരോ കമ്പനീസായിട്ടാണ്, ഓരോ ഓർഗനൈസേഷനായിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് അവരറിയപ്പെടുന്നത്. ഓക്കെ, ആൻഡ് നൗ വിൽ സീ ദ കോൺട്രാക്റ്റ് പീരീഡ് എങ്ങനെയാണ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഇൻ എ ജോയിൻറ്റ് വെഞ്ചർ ദർ ഈസ് need of contract, so contract exists in a joint venture. In a strategic alliance there may or may not be contract. So joint ventureൽ നമ്മൾ ചേരുമ്പോൾ അവിടെ കോൺട്രാക്റ്റ് ഉണ്ട്. ഇത്ര വർഷത്തേക്ക് ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും, നിങ്ങളൊന്ന് എസ്റ്റാബ്ലിഷ് ആയി കഴിഞ്ഞാൽ ഞങ്ങൾ പതുക്കെ അവിടെ നിന്ന് റിലീവ് ചെയ്യുന്നതായിരിക്കും. സോ ദിസ് ഈസ് എ കോൺട്രാക്റ്റ്. എന്തിനു വേണ്ടിയാണ് ജോയിൻറ്റ് വെഞ്ചർ? ഒരാൾക്ക് ഒറ്റയ്ക്ക് ചിലപ്പോൾ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. നമ്മൾ ചെറിയ ക്രീപ്പേഴ്സ് പ്ലാന്റൊക്കെ കണ്ടിട്ടില്ലേ, ചെറിയൊരു സപ്പോർട്ട് ചിലപ്പോൾ വേണ്ടി വരും. അതല്ലാന്നുണ്ടെങ്കിൽ അത് മൊത്തം താഴെ തന്നെ സ്പ്രെഡായി കിടക്കും. ഓക്കെ, ചെറിയ സപ്പോർട്ട് കൊടുത്താൽ നമ്മൾ ഏത് ഷേപ്പിലാണോ നമ്മൾ കൊടുക്കുന്നത് ആ ഒരു ഷേപ്പിലേക്ക് നമുക്ക് അവരെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കും. സോ അത്തരത്തിലുള്ള ഒരു സപ്പോർട്ടാണ് ജോയിൻറ്റ് വെഞ്ചറിൽ നമ്മൾ പലപ്പോഴും പ്രൊവൈഡ് ചെയ്യുന്നത്. So once they have established, once they can withstand on their own legs, the company which gave the entire support will be relieved. So this is the contract between them. Strategic alliance il നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കോൺട്രാക്റ്റ് ഉണ്ടായിരിക്കാം, ചിലപ്പോൾ കോൺട്രാക്റ്റ് ഉണ്ടാവില്ല. So that depends upon അവരുടെ ബേസിസിലാണ്, അവരെങ്ങനെയാണോ ഡിസൈഡ് ചെയ്യുന്നത്, ഹൗ ദേ ഡിസൈഡ്. നമുക്കൊരു അഗ്രിമെൻറ്റ് വേണോ കോൺട്രാക്റ്റ് വേണോ എന്നുള്ളത് ഹൗ ദേ ഡിസൈഡ്, ഹൗ ദേ ടേക്ക് ഡിസിഷൻ ഓൺ ദാറ്റ്, അതിനെ ബേസ് ചെയ്തിട്ടാണ് ചിലപ്പോൾ ഉണ്ടായിരിക്കാം, ചിലപ്പോൾ ഉണ്ടാവില്ല എന്നുള്ളത്. ആൻഡ് മെയിൻ ഒബ്ജക്റ്റീവ്, ജോയിൻറ്റ് വെഞ്ചറിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്താണെന്നുണ്ടെങ്കിൽ ചില പർട്ടിക്കുലർ ഏരിയയിലെ റിസ്കുകൾ റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ചില ആൾക്കാർക്ക് അത്ര വലിയ ഒരു എന്താ പറയുക എക്സ്പീരിയൻസ് ഉണ്ടാവണമെന്നില്ല ഫീൽഡുകളിൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്നുണ്ടെങ്കിൽ ഈ ജോയിൻറ്റ് വെഞ്ചർ എന്ന് പറയുന്ന ഒരു കമ്പനി ആയിട്ടാണല്ലോ വരുന്നത്, ഇവരെ സപ്പോർട്ട് ചെയ്യാനായിട്ടാണല്ലോ വരുന്നത്. സോ ദേ വിൽ ഹാവ് മാക്സിമം എക്സ്പോഷർ ആൻഡ് ദേ വിൽ
പ്രൊവൈഡ് ദ മാക്സിമം സപ്പോർട്ട് എന്നുള്ളത്. സോ അവർക്കറിയാം എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കൊരു പരിധി വരയ്ക്കും വി ക്യാൻ റെഡ്യൂസ് ദ റിസ്ക് എന്നുള്ളതാണ്. സോ റിസ്കുകൾ കുറച്ചിട്ട് എങ്ങനെ ആ ഒരു ബിസിനസ് തരണം ചെയ്ത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും, അതാണ് അവരുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത്. സ്ട്രാറ്റജിക് അലയൻസിൻ്റെ ഉദ്ദേശം എന്താണ്? ടു മാക്സിമൈസ് ദ റിട്ടേൺസ്, ടു മാക്സിമൈസ് ദി പ്രോഫിറ്റ്. അത് തന്നെയാണ് അവരുടെ ഉദ്ദേശം. ഇവിടെ ജോയിൻറ്റ് വെഞ്ചറിൽ എന്താണ്, നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ ചില കാര്യങ്ങൾ നമുക്കറിയില്ല. സോ അവർക്കൊരു സപ്പോർട്ടിന് വേണ്ടിയിട്ടും റിസ്കുകൾ പരമാവധി റെഡ്യൂസ് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. ഓക്കെ. ആൻഡ് ദെൻ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. എ ജോയിൻറ്റ് വെഞ്ചർ ഈസ് എ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. അതേപോലെ തന്നെ സ്ട്രാറ്റജിക് അലയൻസ് ഇസ് നോട്ട് എ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. ഇനി മാനേജ്മെൻറ്റിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബൈലാറ്ററൽ ഫോമാണ്. ഇവിടെ ഡെലിഗേറ്റഡ് മാനേജ്മെൻറ്റ് അതാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. റിസോഴ്സസിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജോയിൻറ്റ് വെഞ്ചറിൽ റിസോഴ്സസ് ഇൻക്ലൂഡ് മാസീവ് ലീവറേജ്, ലോവർ റിസ്ക് ആൻഡ് ഓപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. സ്ട്രാറ്റജിക് അലയൻസിൽ വരുന്ന റിസോഴ്സസ് എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ പ്രോഡക്റ്റ്, നോളജ്, എക്സ്പെർട്ടൈസ്, ഗുഡ് വിൽ, ക്യാപിറ്റൽ. ഓരോ രാജ്യങ്ങളിലുള്ള എക്സിസ്റ്റിംഗ് ഓർഗനൈസേഷൻസ് ആകുമ്പോൾ അവരുടെ ഗുഡ് വില്ലും അവരുടെ കാര്യങ്ങളും അവരുടെ പ്രോഡക്റ്റും അതിനെക്കുറിച്ചുള്ള നോളജും മാർക്കറ്റിങ്ങും എല്ലാ ഇൻഫർമേഷനും എല്ലാ ഐഡിയകളും ഇവർക്കുണ്ടായിരിക്കണം. നേരെ മറിച്ച് റിസോഴ്സസിൽ ദാറ്റ് ഈസ് ജോയിൻറ്റ് വെഞ്ചറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം കാര്യങ്ങൾ ചെയ്യാനായിട്ട്, റിസ്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട്, അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് ഓപ്റ്റിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളാണ് ജോയിൻറ്റ് വെഞ്ചറിലൂടെ നമ്മൾ ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ഡ്യൂറേഷൻ നമുക്ക് നോക്കാം. ജോയിൻറ്റ് വെഞ്ചർ ആണെന്നുണ്ടെങ്കിൽ ഷോർട്ട് ടേം ഓൺലി മേ ബി ഫോർ 1 year to 5 years മാക്സിമം അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ അവർ സെപ്പറേറ്റഡ് ആവും. കാരണം ഒരു 5 വർഷമൊക്കെ മതി ഇൻട്രൊഡക്ഷൻ ടു ഗ്രോത്ത് പീരിയഡിലേക്ക് കടന്നു കഴിഞ്ഞാൽ അവർ പോകും. ഇൻട്രൊഡക്ഷൻ പീരിയഡിൽ ലെറ്റേഴ്സ് ആ ഒരു കമ്പനിക്ക് മാക്സിമം സപ്പോർട്ട് കൊടുക്കാനാണ് ജോയിൻറ്റ് വെഞ്ചറിൽ വരുന്നത്. നേരെ മറിച്ച് സ്ട്രാറ്റജിക് അലയൻസിൽ അങ്ങനെ ഒരു ഇത്ര നമ്പർ ഓഫ് ഇയേഴ്സ് ഒന്നും ഇല്ല. നമുക്ക് എത്ര കാലം നമുക്ക് ബിസിനസ് റൺ ചെയ്യാനായിട്ട് സാധിക്കുമെന്നുണ്ടെങ്കിൽ അത്രത്തോളം കാലം നമുക്ക് ചെയ്യാം. ഓക്കെ. സ്ട്രാറ്റജിക് അലയൻസ് ഡ്യൂറേഷൻ ക്യാൻ ബി ലോങ് ടേം ഓർ ഷോർട്ട് ടേം, ഡിപ്പെൻഡ്സ് അപ്പോൺ ദ നീഡ് ഓഫ് ടൈം. നമ്മുടെ അത് ഷോർട്ട് ടേം ആയിരിക്കാം, ദാറ്റ് ഈസ് 1 to 5 years ആയിരിക്കാം, 5 to 10 years ആയിരിക്കാം. ഹൗ ലോങ് വി ആർ ഇൻ ദി മാർക്കറ്റ്, വി മേ ബി ഇൻ ദി ഇൻ്റർനാഷണൽ മാർക്കറ്റ്. അതൊക്കെ നമ്മുടെ പ്രോഡക്റ്റിനെയും പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റീനെയും നമ്മുടെ കമ്പനിയുടെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഇതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്, ഡിപ്പെൻഡ്സ് അപ്പോൺ എവറിത്തിങ്. ഓക്കെ. സോ അങ്ങനെ വരുന്നതാണ് സ്ട്രാറ്റജിക് അലയൻസ്. അപ്പോൾ ഇപ്പോൾ ഏകദേശം മക്കൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എന്താണ് ജോയിൻറ്റ് വെഞ്ചർ, എന്താണ് സ്ട്രാറ്റജിക് അലയൻസ്. ജോയിൻറ്റ് വെഞ്ചർ എന്ന് പറയുന്നത് എന്താണ് സംഭവം? എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ടാസ്കിന് വേണ്ടിയിട്ടാണ് അവർ ഫോം ചെയ്യുന്നത്. 1 or 2 കമ്പനീസ് ആയിരിക്കാം. അവർ ജോയിൻ്റ് ആവുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു പർട്ടിക്കുലർ ടാസ്ക് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ അവർ രണ്ടുപേരും സെപ്പറേറ്റഡ് ആവും. മറ്റേ സ്ട്രാറ്റജിക് അലയൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 or 3 രാജ്യങ്ങൾ, 3-ൽ കൂടുതൽ രാജ്യങ്ങൾ ഒന്നിക്കുന്നത്, അവരുടെ കയ്യിലെ റിസോഴ്സസൊക്കെ ആയിട്ട് അവർ ഒന്നിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം. ഓക്കെ. അത് നല്ല രീതിയിൽ പ്രൊവൈഡ് ചെയ്യാനാണ് അവരവരുടെ കയ്യിലുള്ള റിസോഴ്സസ് ആയിട്ട് ദോസ് പീപ്പിൾ കമ്മിങ് ടുഗെദർ എന്ന് പറയുന്നത്. ക്ലിയർ? ഇനി നമുക്ക് ദ റീസൺസ് ഫോർ സ്ട്രാറ്റജിക് ഗ്ലോബൽ ബിസിനസ് അലയൻസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സോ കമ്പനീസ് ഡിസൈഡ് ടു ഫോം സ്ട്രാറ്റജിക് ഗ്ലോബൽ ബിസിനസ് അലയൻസസ് ഫോർ മെനി റീസൺസ്. പല റീസണുകൾ കൊണ്ട് കമ്പനി ഗ്ലോബൽ ആവാനായിട്ട് ഡിസൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കാം അതിലെന്തൊക്കെ. ഇതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങളാണ്, ഓർക്കുന്നുണ്ടായിരിക്കും. എക്കണോമീസ്, റിസ്കുകൾ ഡിവൈഡ് ചെയ്യാം, അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണെന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ദോസ് തിങ്സ് ആർ സെയിം തിങ്സ് ആർ റിപ്പീറ്റഡ്. അപ്പോൾ ഞാൻ കൂടുതൽ ഇമ്പോർട്ടൻസിലേക്ക് പോകണില്ല. അതിൻ്റെ എക്കണോമീസ് ഓഫ് സ്കെയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ കമ്പനി എക്സ്പാൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കൊണ്ട് അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങൾ, നേട്ടങ്ങൾ എല്ലാവർക്കും കിട്ടാനായിട്ട് നമ്മൾ ചെയ്യുന്നൊരു കാര്യം. ഓക്കെ. സോ പാർട്ട്ണർഷിപ്സ് ക്യാൻ ജനറേറ്റ് എക്കണോമീസ് ഓഫ് സ്കെയിൽ ദാറ്റ് വിൽ എനേബിൾ ദ പാർട്ടിസിപ്പേറ്റിംഗ് കമ്പനീസ് ടു മാർഷൽ എ ബ്രോഡ് സെറ്റ് ഓഫ് റിസോഴ്സസ് ആൻഡ് അച്ചീവ് ദ ക്രിട്ടിക്കൽ
mass needed for international success. Companies with complementary skills can rely on each other's proven expertise instead of spending time and resources to independently develop what has already been achieved. ഇപ്പോൾ ചില ഗ്രൂപ്പുകാർ നല്ലൊരു പൊസിഷനിൽ നിൽക്കുന്നതായിരിക്കാം, അവരെല്ലാ കാര്യങ്ങളും അച്ചീവ് ചെയ്തിട്ട് നിൽക്കുന്നുണ്ടായിരിക്കാം. നമ്മൾ ആ സമയത്ത് നമ്മൾ ഒറ്റയ്ക്ക് കിടന്ന് കഷ്ടപ്പെട്ട് ഇതിൻ്റെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിൽ നമ്മൾ നിൽക്കുകയായിരിക്കും. പക്ഷേ മറ്റൊരാൾ അത് അച്ചീവ് ചെയ്തിട്ടുണ്ടായിരിക്കാം. സോ ഈ സ്ട്രാറ്റജി ബിസിനസ്സിൽ നമുക്ക് ഈ സ്ട്രാറ്റജി അലയൻസിൽ എന്ത് ചെയ്യാൻ പറ്റും? ആ കമ്പനിയായിട്ട് ഒന്ന് കൈ കോർക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളും അവരും ഒന്നിക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് പേർക്കും നല്ല രീതിയിൽ ചെയ്യും. നമുക്കറിയാത്ത കാര്യങ്ങൾ അവർക്കറിയും. സോ അവരുടെ കയ്യിലുള്ള ഐഡിയാസും അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ എന്താണോ അത് നമുക്കും യൂട്ടിലൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അത്തരത്തിലാണ് എക്സ്പാൻഷൻ, ദറ്റ് ഈസ് എക്കണോമീസ് ഓഫ് സ്കെയിൽ വരുന്നത്. സെക്കൻഡ് വൺ ഇസ് എൻഹാൻസിങ് കോമ്പറ്റേറ്റീവ്നെസ്. കോമ്പറ്റേറ്റീവ് വേൾഡിലാണ് നമ്മളിപ്പോൾ എല്ലാവരും. അപ്പോൾ കോമ്പറ്റീഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ കോമ്പറ്റേറ്റീവ്നെസ്സിൽ എങ്ങനെ ടാക്കിൾ ചെയ്യണം എന്നുള്ളത് നമുക്കറിയണം. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. Traditionally, companies have tried to develop or maintain all the required skill in-house. A technological and administrative complexity increases. Companies are learning that they cannot do everything by themselves. അല്ലേ, നമ്മളൊന്ന് പഠിച്ചുകൊണ്ടിരിക്കണം, നമ്മളെല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ല എന്ന്. നിങ്ങൾ നമ്മുടെ വീട്ടിലത്തെ ചെറിയ കാര്യങ്ങളെന്നൊന്ന് ആലോചിച്ച് നോക്കി. എല്ലായിടത്തേക്കും അമ്മമാരുടെ കൈ തന്നെ എത്തണം എന്ന് പറയുമ്പോൾ, ഞാനിത് പറയാൻ കാരണം ഞാനൊരു അമ്മയായതുകൊണ്ടാണ് വേണ്ട, അപ്പം മക്കൾക്ക് അവിടെ കൂളായിട്ടിരിക്കാമല്ലോ. അപ്പോൾ എല്ലായിടത്തേക്കും അമ്മമാരുടെ കൈ തന്നെ എത്തണം. അച്ഛൻ്റെ കാര്യങ്ങളെല്ലാം നോക്കണം, അതേപോലെ തന്നെ മകൻ്റെ കാര്യങ്ങൾ നോക്കണം, മകളുടെ കാര്യങ്ങൾ നോക്കണം, വീട്ടിലത്തെ കാര്യങ്ങൾ നോക്കണം. അമ്മ ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ അമ്മയുടെ ജോലി കാര്യങ്ങളും നോക്കണം. ഇവിടേക്ക് ഒന്നും ഒരാളും സഹായത്തിന് എത്തുന്നില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കും? എല്ലാ കാര്യങ്ങളും എങ്ങനെ പൂർത്തീകരിക്കാനായിട്ട് നമ്മളിങ്ങനെ ഒരു മിഷൻ പോലെ വർക്ക് ചെയ്താൽ മതിയോ? വെൻ പീപ്പിൾ കം ടുഗെദർ, അല്ലേ, അച്ഛന് സഹായിക്കാൻ പറ്റാവുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമുക്ക് സഹായിച്ചു തരാം, മകന് പറ്റാവുന്ന രീതിയിൽ ചെയ്യാം, മകൾക്ക് പറ്റാവുന്ന രീതിയിൽ മകൾ കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ദ വർക്ക് കംപ്ലീറ്റ്ലി ഡെലിഗേറ്റ്സ് ടു എവ്രി വൺ, അല്ലേ. അപ്പോൾ ഒരുമിച്ച് ചെയ്യുമ്പോൾ എല്ലാ ഭാരങ്ങളും കൂടി ഒരാൾക്ക് വരുന്നില്ല. വീടിൻ്റെ മെയിൻ്റനൻസ് മകൾക്ക് വിട്ടുകൊടുക്കുക. ഓക്കെ, മകന് പുറത്തെ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യാനായിട്ട് നമ്മൾ പഠിപ്പിക്കുക, കൊടുക്കുക. അച്ഛനാണെന്നുണ്ടെങ്കിൽ അമ്മേനെ സഹായിക്കാനോ എന്തെങ്കിലുമൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വീട് എത്ര ഹാപ്പി ആയിരിക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കുക. കാരണം 4 or 5 പേരുള്ള കുടുംബങ്ങളാണെന്നും 3 പേരുള്ള കുടുംബമുണ്ട്, 4 പേരുള്ള കുടുംബമുണ്ട്. ഇനി ഗ്രാൻഡ് പാരൻസ് നമ്മുടെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇൻലോസ് നമ്മുടെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ 6 അതല്ലാന്നുണ്ടെങ്കിൽ 5 പേരുണ്ടായിരിക്കും ഒരു ഫാമിലിയിൽ, അല്ലേ. എത്ര രസകരമായിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാമെന്ന്. അപ്പോൾ ഇതിലും അത് തന്നെയാണ് നമ്മൾ പറയുന്നത്. എല്ലാം കൂടി ഒരാൾ തന്നെ ചെയ്യണം എന്നുള്ളത് ഒരു നിർബന്ധവും നമുക്കിവിടെ പറയുന്നില്ല. ഓക്കെ, are learning that they cannot do everything by themselves. As a result, the most competitive corporations are adopting a strategy of maintaining their core competencies only. അതായത് ഒരു ഓർഗനൈസേഷൻ ചിലപ്പോൾ നമ്പർ ഓഫ് പ്രോഡക്റ്റ്സ് ഉണ്ടായിരിക്കാം. സോ ഏറ്റവും കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ഏതാണോ അതിലേക്ക് മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി, ബാക്കിയുള്ളത് കുറച്ച് നമുക്ക് റിലീവ് ചെയ്യാവുന്നതാണ്. സോ വിച്ച് ഈസ് ദ മോസ്റ്റ് വാണ്ടഡ്, എല്ലാം കൂടി തലയിലേക്ക് എടുത്ത് വെച്ചിട്ട് അവസാനം ഒന്നത്തിലും നമുക്ക് പ്രോഫിറ്റ് കിട്ടാത്തൊരു സിറ്റുവേഷൻ നമ്മളായിട്ട് ഉണ്ടാക്കരുത് എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് തേർഡ് വൺ ഇസ് ഡിവൈഡിങ് ഗ്ലോബൽ ബിസിനസ് റിസ്ക്. So risk sharing through partnering is most often seen in research and development areas. റിസർച്ച് ആൻഡ് ഡെവലപ്മെൻ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ സത്യത്തിൽ കൂടുതൽ പ്രോഡക്റ്റുകളും കൂടുതൽ ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റും രംഗത്തേക്ക് വരാനായിട്ട് സഹായിക്കുന്നത് എന്ന് പറയും. റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു വിഭാഗം ഇല്ല എന്നുണ്ടെങ്കിൽ ക്വാളിറ്റി പ്രോഡക്റ്റ്സ് ഉണ്ടാവില്ല, പ്രോഡക്റ്റിൽ നല്ല നല്ല ചേഞ്ചസ് ഉണ്ടാവില്ല. ഒരു സാധനം അവരുണ്ടാക്കി തരും, നമ്മളെല്ലാവരും ചിലപ്പോൾ നമ്മുടെ ആവശ്യം
നിറവേറ്റാനായിട്ട് അത് വെച്ച് സാറ്റിസ്ഫൈ ആകേണ്ട ഒരു സിറ്റുവേഷൻ ആയിരിക്കും. ഇപ്പം അങ്ങനെയല്ല, നമുക്ക് എല്ലാത്തിലും ചോയ്സസ് ഉണ്ട് അല്ലേ? ചോയ്സസ് അക്കോർഡിംഗ് ടു യുവർ പ്രിഫറൻസസ്. ഈവൻ വി ക്യാൻ കസ്റ്റമൈസ് മോസ്റ്റ് ഓഫ് ദി പ്രോഡക്ട്സ്. നമ്മുടെ ഇഷ്ടത്തിന് അനുസരിച്ചുള്ള ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കി തരാൻ പോലും നമുക്ക് പറയാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. ഓക്കെ, സോ ഹിയർ റിസ്കിൻ്റെ കാര്യത്തിൽ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം ഗ്ലോബൽ ബിസിനസ് റിസ്ക് നമ്മൾ പാർട്ട്ണർഷിപ്പ് ഫേമിലേക്കാണെന്നുണ്ടെങ്കിൽ എത്ര പാർട്ട്നേഴ്സ് ഉണ്ടോ എല്ലാവർക്കും കൂടി ആ റിസ്ക് ഷെയർ ചെയ്യാം എന്നുള്ളതാണ്. എല്ലാവർക്കും കൂടി പ്രോഫിറ്റ് ഷെയർ ചെയ്യാം എന്നുള്ളതാണ്. സോ ഇത് ഒരാൾ തന്നെ എല്ലാ റിസ്ക്കും ഏറ്റെടുക്കണം എന്നുള്ള നിർബന്ധം നമുക്കവിടെ ഒഴിവാക്കാവുന്നതാണ്. Research and development costs are always increasing, and the speed of innovation means that products rapidly become outdated, and the risk of investing in developing new products are high. അല്ല, ഇന്ന് ഏത് പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇറങ്ങിയാലും അതിൻ്റെ ലോഞ്ചിറ്റിവിറ്റി എന്ന് പറയുന്നത് ഇസ് വെരി വെരി ഷോർട്ടർ പീരിയഡ്. ജസ്റ്റേഷൻ പീരീഡ് കുറവാണെന്ന്. ഓക്കെ, നമ്മൾ മാർക്കറ്റിൽ മാക്സിമം നിൽക്കാവുന്ന വർഷം എന്ന് പറഞ്ഞ് ചിലപ്പോൾ ചില പ്രോഡക്റ്റൊക്കെ 2 years ആകുമ്പോഴേക്കും ഔട്ട്ഡേറ്റഡ് ആവാണ്. ചിലത് 5 years, ചിലത് 10 years. പ്രത്യേകിച്ച് മൊബൈലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6 months or by 1 year it is getting outdated അല്ലേ? the new version is coming into the market. സോ അപ്പോൾ അങ്ങനെ ഇത്രയും ചേഞ്ചസ്, ദറ്റ് ഈസ് റാപ്പിഡ്ലി ചേഞ്ചിങ് പ്രിഫറൻസസ് ആണ് മാർക്കറ്റിൽ വരുന്നത്. സോ ഹൗ വി വിൽ ഹാവ് ദി കോൺഫിഡൻസ് ടു ഇൻവെസ്റ്റ് ഇൻ ന്യൂ ബിസിനസ്? കാരണം നമ്മളൊരു ഇൻവെസ്റ്റിഗേഷൻ നടത്തി, നമ്മൾ സെർച്ചിങ് നടത്തി, നമ്മൾ കുറേ ഫൈൻഡിങ്സൊക്കെ ചെയ്ത് വെൻ വി ആർ പ്ലാനിങ് ടു ഇൻട്രൊഡ്യൂസ് വൺ പ്രോഡക്റ്റ്, നമ്മൾ ലോഞ്ച് ചെയ്യുമ്പോഴേക്കും അത് ഔട്ട്ഡേറ്റഡ് ആയിട്ടുണ്ടാവും. കാരണം മറ്റ് പല ആൾക്കാരും അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കാം നമുക്ക് മുൻപേ. അതാണ് ഞാൻ പറഞ്ഞത്, ഇന്ന് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഉള്ളത് കൊണ്ടാണ് ഏറ്റവും സ്പീഡിൽ കൂടുതൽ പ്രോഡക്ട്സ് മാർക്കറ്റിലേക്ക് എത്തുന്നതും അതേപോലെ തന്നെ പുതിയ പുതിയ പ്രോഡക്റ്റുകൾ വരുന്നത് കൊണ്ട് പഴയ പ്രോഡക്റ്റുകൾ എത്രയും പെട്ടെന്ന് മാർക്കറ്റിൽ നിന്ന് ഔട്ട്ഡേറ്റഡ് ആവുന്നതും നമുക്ക് കാണേണ്ടി വരുന്നത്. ഓക്കെ, ആൻഡ് the fourth point is about setting new standards. The first company to create a new technology might set the standards for its industry simply because it is the first. However, several competitors might develop similar technologies at about the same time. It is very difficult to predict whose technology will set the standard for the industry. So trying to be the first into the market with a new technology can be very, very risky. So what do you understand from this? It is when a product is introduced to the market for the first time, when an existing product alla njan parayunnathu, when a product is getting introduced in the market for the first time, ആദ്യമായിട്ട് നമ്മളൊരു കാര്യം മാർക്കറ്റിലേക്ക് നമ്മൾ ഇറക്കുമ്പോൾ നമ്മൾ അതിൻ്റേതായ കുറച്ച് സ്റ്റാൻഡേർഡ്സ് നമ്മൾ സെറ്റ് ചെയ്യും. ആൻഡ് ഇറ്റ് ഈസ് വെരി ഈസി ടു സെറ്റ് ദി സ്റ്റാൻഡേർഡ്സ് ഓൾസോ ബിക്കോസ് വി ആർ ദ ഫസ്റ്റ്. ഇങ്ങനെ ആയിരിക്കണം, ഇങ്ങനെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. സേ ഫോർ എക്സാമ്പിൾ, നമുക്ക് മൊബൈൽ ഫോൺ ഇറങ്ങിയ സമയത്ത് ഓക്കെ അതിൻ്റേതായ ഒരു സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. We will receive, when we receive the incoming calls or when we receive the messages, we have to pay. ഇന്ന് ഔട്ട്ഗോയിങ് മെസ്സേജിനും ഇല്ല, ഇൻകമ്മിങ് മെസ്സേജസിനും ഇല്ല, ഔട്ട്ഗോയിങ് കോൾസിനും പൈസ ഇല്ല, ഇൻകമ്മിങ് കോൾസിനും പൈസ ഇല്ല അല്ലേ? തുടക്കത്തിൽ ഈ രീതിയിലായിരുന്നു ഇതിൻ്റെ സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്ത് തരുന്നത്. അത് കഴിയുമ്പോൾ വൺ ആഫ്റ്റർ ദി അനദർ ഇഷ്ടംപോലെ നെറ്റ്വർക്കുകൾ വരാൻ തുടങ്ങി, നമ്പർ ഓഫ് മൊബൈൽ ഫോൺസ് ഇറങ്ങാൻ തുടങ്ങി, സ്റ്റാൻഡേർഡ്സും കാര്യങ്ങളൊക്കെ മാറാൻ തുടങ്ങി. ഓക്കെ, പിന്നീട് വരുന്ന ഓരോ കമ്പനീസും ഈ സ്റ്റാൻഡേർഡ്സിൽ ഓരോ ചെറിയ മാറ്റങ്ങളും കൊണ്ടാണ് അവർ വരുന്നത്. നിങ്ങൾ നോക്കിക്കോ, ഓരോ മൊബൈൽ ഫോണും മാർക്കറ്റിലേക്ക് ഇറങ്ങുന്നുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും പുതിയ ഫീച്ചർ ആഡ് ചെയ്യാണ്ട് അവർ ഇറക്കില്ല.
The same thing and ഇറക്കിയിട്ട് എന്താ കാര്യം? Something new has to be added. Then only the people will get attracted to it, isn't it? അപ്പോൾ ഇങ്ങനെ മാർക്കറ്റിലേക്ക് നമ്മൾ പുതിയതായിട്ട് നമ്മൾ ഓരോന്ന് ഇറക്കുമ്പോൾ ആ പുതിയതായിട്ട് ഇറക്കുന്ന ഓരോ കമ്പനീസും കുറച്ച് പുതിയ പുതിയ സ്റ്റാൻഡേർഡ്സ് അവർ സെറ്റ് ചെയ്യും. അതിനിടയിലേക്ക് നമ്മൾ പുതിയതായിട്ട് ഇറക്കണം എന്ന് പറഞ്ഞിട്ട് വരുമ്പോൾ നമ്മളും ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യും. പക്ഷേ the next day another company will come and they will set the new standards when our standards will be outdated. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളും ഭയങ്കര റിസ്ക്കിയാണ്. കാരണം പെട്ടെന്നാണ് പുതിയ പുതിയ മോഡൽസും ഫീച്ചേഴ്സും മാർക്കറ്റിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. സെറ്റിംഗ് ന്യൂ സ്റ്റാൻഡേർഡ്സ്. നമുക്കറിയാം, ഇപ്പോൾ ഞാനിപ്പോൾ ഇന്ന് ക്ലാസ് എടുക്കുന്നത് ജൂലൈ 7th ആണ്. സോ ഇന്നത്തെ രീതിയിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമൊബൈൽ സെക്ഷൻ ഞാൻ പറയുകയാണ്, മാരുതിയുടെ ഷെയർ പ്രൈസ് എന്ന് പറയുന്നത് കുറച്ച് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ദേ ഹാവ് ഏൺഡ് എ ബെറ്റർ പ്രോഫിറ്റ് ഇൻ ദിസ് പാൻഡമിക്. അവർ മാരുതി ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ടായിരുന്നു, ദേ വിൽ മാനുഫാക്ചർ ഓൺലി പെട്രോൾ വെഹിക്കിൾസ് എന്നുള്ളത്. സോ ഈ ഒരു പാൻഡമിക്കിൻ്റെ സമയത്ത് നല്ലോണം 4 വീലേഴ്സ് നല്ലോണം മൂവ് ആയിട്ടുണ്ട്, നല്ല സെയിൽസ് വന്നിട്ടുണ്ട്. സോ ടാറ്റ ഈസ് ഇൻ ദി മാർക്കറ്റ് ആൻഡ് ഹുണ്ടായി ഈസ് ഇൻ ദി മാർക്കറ്റ്. സോ ഇവരിനേക്കാളൊക്കെ ഇപ്പം മാർക്കറ്റ് ഷെയർ അല്ലെങ്കിൽ പ്രോഫിറ്റ് ഷെയർ ഇൻക്രീസ് ചെയ്ത് നിൽക്കുന്നത് മാരുതിയിലാണ്. ബട്ട് ദ റീസെൻറ്റ് സ്റ്റഡി കാണിക്കുന്നത്, റീസെൻറ്റ് സ്റ്റഡി ഷോസ് ദാറ്റ് ഇറ്റ് വിൽ ഗോ ഡൗൺ ബിക്കോസ് പെട്രോൾ വെഹിക്കിൾസ് തന്നെ എല്ലാവരും ഇഷ്ടപ്പെടണം എന്നില്ല. അതിൻ്റെ മറ്റൊരു റീസൺ എന്താണ്? പെട്രോൾ പ്രൈസ് ആർ ഡെയിലി ഇൻക്രീസിങ്, ഡേ ബൈ ഡേ ഇറ്റ് ഗെറ്റ്സ് ഇൻക്രീസ്ഡ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പം നമുക്ക് അതിലേക്ക് വണ്ടികൾ ഓടണം എന്നുണ്ടെങ്കിൽ മാരുതിയുടെ പെട്രോൾ വെഹിക്കിൾസ് ആണ് എല്ലാതും ഇറക്കുന്നതെങ്കിൽ പെട്രോൾ വേർഷൻ നമ്മൾ ഇറക്കുമ്പോൾ അതിലേക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ടത് പെട്രോൾ തന്നെയല്ലേ. സോ അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ കോസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇൻക്രീസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ നൗ പീപ്പിൾ ആർ ഗെറ്റിംഗ് കൺഫ്യൂസ്ഡ്. സോ ഓൺലി 6 to 7 rupees ചേഞ്ചുള്ളൂ. ഡീസലും പെട്രോളും തമ്മിൽ അത്രേ ചേഞ്ചുള്ളൂ. ഒന്ന് ആഞ്ഞ് പിടിച്ച് കഴിഞ്ഞാൽ ഇപ്പം എത്താവുന്നതേ ഉള്ളൂ, ഡീസലിനും പെട്രോളിൻ്റെ വിലയിലേക്ക് എത്താവുന്നതേ ഉള്ളൂ. സോ ദീസ് ആർ വാട്ട് ദ പീപ്പിൾ ആർ തിങ്കിങ് നൗ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ദാറ്റ് ഈസ് ന്യൂ സ്റ്റാൻഡേർഡ്സ് നമ്മൾ ഓരോന്ന് സെറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ മാരുതി വീണ്ടും ഡിസൈഡ് ചെയ്യാണ് ടു മാനുഫാക്ചർ ഡീസൽ എൻജിൻ വെഹിക്കിൾസ്. വൈ ദേ ഹാവ് ടേക്കൺ ദിസ് ഡിസിഷൻ? അവരാദ്യം കേട്ടത് എന്താണ്? ഡീസൽസൊക്കെ നമ്മൾ ഡീസൽ എൻജിനായിട്ടുള്ള വണ്ടികളെല്ലാം ഔട്ട്ഡേറ്റഡ് ആവാൻ പോവുകയാണ്, ഇനി അതിന് മാർക്കറ്റില്ല, ഫ്യൂച്ചറിൽ ഇനി എല്ലാം പെട്രോൾ എൻജിൻസ് ആണ്. സോ എവ്രി വൺ വെൻറ്റ് ബിഹൈൻഡ് ദ പെട്രോൾ എൻജിൻ വെഹിക്കിൾസ് അല്ലേ? അങ്ങനെയാണ് അതിൻ്റെ ഷെയർ ഒന്ന് ഇൻക്രീസ് ആയത്. ബട്ട് നൗ പീപ്പിൾ ആർ റീതിങ്കിങ്, ദേ ആർ നോട്ട് ഗെറ്റിംഗ് മോർ മൈലേജ്. So the people in the middle class are now thinking and rethinking what to do. It is better to take a diesel engine vehicle എന്നുള്ളത് ചിന്തിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ ഇത്തരത്തിൽ വരുന്ന കാര്യങ്ങൾ, ദാറ്റ് ഈസ് നമ്മളൊരു പുതിയ സ്റ്റാൻഡേർഡ്സ് നമ്മൾ സെറ്റ് ചെയ്യുന്നു, മറിച്ച് പിറ്റേ ദിവസം വേറൊരു കമ്പനി വരുമ്പോൾ അവർ 2 മോഡൽസും ഇറക്കുന്നു, ലാഭം അവർ കൊയ്ത് കൊണ്ടുപോകുന്നു. ഇനിഷ്യലി ഇവിടെ ഒരു ജമ്പ് ഉണ്ടെന്നുണ്ടെങ്കിലും പിന്നീട് ഒരു സ്റ്റേബിളായിട്ട് നിൽക്കാൻ പറ്റുന്നത് മറ്റു പല കമ്പനീസിനായിരിക്കാം. ഓക്കെ, ആൻഡ് ദെൻ ദ 5th point is entering new foreign markets. Strategic global business alliances are effective ways of entering new foreign markets. Partners can provide established marketing and distribution systems as well as knowledge of the markets they serve, ensuring that products get to market faster and more likely to be purchased. അപ്പോൾ ഏറ്റവും അവർക്ക് തോന്നുകയാണ്, ഓരോ കമ്പനീസിനും തോന്നുകയാണ് ദാറ്റ് ഈസ് ദേ ക്യാൻ എൻറ്റർ ഇൻ ടു ന്യൂ മാർക്കറ്റ്സ് വെയർ ദേ ക്യാൻ ഫൈൻഡ് ന്യൂ ഓപ്പർച്യൂണിറ്റീസ് ഓർ ന്യൂ ഡിമാൻഡ് ഫോർ ദി പ്രോഡക്റ്റ് എന്നുണ്ടെങ്കിൽ അവർക്ക് ഇതിനെക്കുറിച്ച് ചിന്തിക്കാവുന്നതാണ്. ആൻഡ് 6th one is about overcoming competition. അപ്പോൾ കോമ്പറ്റീഷൻ ഓവർകം ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? അതിനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത്തരത്തിലുള്ള അലയൻസ്
ദാറ്റ് ഈസ് മറ്റ് പല കമ്പനീസായിട്ട് നമുക്കൊന്ന് ചെറിയ രീതിയിലൊന്ന് കൈകോർക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ. ഫോമിങ് ആൻ അലയൻസ് വിത്ത് ആൻ എസ്റ്റാബ്ലിഷ്ഡ് മേജർ കമ്പനി ക്യാൻ റെഡ്യൂസ് ദ ഇൻഫ്ലുവൻസ് ഓഫ് അതർ കമ്പനീസ്. അപ്പോൾ മറ്റ് പല ചെറിയ കമ്പനീസിൻ്റെ കയ്യിൽ നിന്നൊക്കെ ഒന്ന് രക്ഷപ്പെടാനായിട്ട് നമുക്ക് സാധിക്കും. Okay, so these are the reasons for strategic global business alliances. Next is, we'll see about the factors influencing decisions of എൻട്രി മോഡ്. അപ്പോൾ നമ്മുടെ എൻട്രി മോഡിനെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്തൊക്കെയാണ്? കമ്പനിയുടെ സൈസ് ആൻഡ് റിസോഴ്സസ്. ഇഫ് വി ഡു മെയിൻറ്റെയിൻ എ വെരി സ്മോൾ കമ്പനി, അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു സ്ട്രാറ്റജിക് അലയൻസിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് ചിന്തിക്കണമെന്നുണ്ടെങ്കിൽ അതിൽ ഇൻവോൾവ് ചെയ്യുന്ന റിസ്കുകളെ കുറിച്ചിട്ടാണ്. That is, company size and resources, the very first point. Small sized corporations have limited market service options as they have restricted resources which may not permit any doorway. Establishing a wholly owned subsidiary requires substantial investment and involves high risk which a small company cannot afford. അത് ഞാൻ പറഞ്ഞു, നമുക്ക് വലിയ കോർപ്പറേഷൻസിലൊക്കെ വരുമ്പോൾ എന്തെങ്കിലും ഹൈ റിസ്കുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചെറിയ ഗ്രൂപ്പുകൾക്ക് ചിലപ്പോൾ താങ്ങാനായിട്ട് സാധിക്കില്ല. സൈസ് ഓഫ് കമ്പനി ആൻഡ് ഇറ്റ്സ് ഓർഗനൈസേഷണൽ റിസോഴ്സസ് influences choice in the selection of entry strategy to a relatively great extent. So what the small companies do think is, നമുക്ക് തന്നെ ഒറ്റയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ റിസ്കുകളൊന്നും നമുക്ക് താങ്ങാനായിട്ട് പറ്റില്ല. സോ ബെറ്റർ ഇതിൽ നല്ല എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ബിഗർ ഓർഗനൈസേഷൻസിനെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവരെ കൈപിടിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വിൽ ബി ഏബിൾ ടു ഗ്രോ എന്നുള്ളതാണ്. And second thing is risk attitude of management. The perception of risk associated with the particular mode of entry may influence firms' decision significantly. നമ്മൾ എടുക്കുന്ന ബിസിനസ് സ്ട്രാറ്റജിയിലേക്ക് അല്ലെങ്കിൽ പുതിയ രീതിയിലേക്കൊക്കെ നമ്മൾ മാറുമ്പോൾ അവിടെ വരുന്ന ഒന്ന് റിസ്കിനെ കുറിച്ചിട്ടുള്ള പെർസെപ്ഷനാണ്, കാഴ്ചപ്പാടാണ്. ചില ആൾക്കാരുണ്ടല്ലോ റിസ്ക് എടുക്കാൻ തയ്യാറാവില്ല. ബെറ്റർ അവോയ്ഡ് ദ റിസ്ക്, ബെറ്റർ ഡോണ്ട് ഡു ദാറ്റ്. വൈ ഡു യു വാണ്ട് ടു ടേക്ക് റിസ്ക്? ദീസ് ആർ ഓൾ ദി ഡയലോഗ്സ് വി യൂസ് ടു ഹിയർ, അല്ലേ? എന്തിനാ റിസ്ക് എടുക്കണേ? ചെയ്യാതിരിക്കുക, മിണ്ടാതിരിക്കുക. എത്ര പേര് പറയുന്നുണ്ട്, നമ്മൾ എത്ര പാരൻസ് പറയുന്നുണ്ട് നമ്മുടെ മക്കളുടെ അടുത്ത്, എന്തിനാ റിസ്ക് എടുക്കണേ, എന്തിനാ അത് ചെയ്യാൻ നിൽക്കണേ, നീ മിണ്ടാണ്ട് ബിസിനസ് ചെയ്യാണ്ട് നീ വല്ല ജോലിക്ക് പോകാൻ നോക്കി നോക്കിയേ. വൈ ഡു യു വാണ്ട് ടു ടേക്ക് റിസ്ക്? നമ്മൾ ഇന്ന് മക്കളിനെ ഏറ്റവും കൂടുതൽ കംഫർട്ട് സോണിലേക്കാണ് നമ്മൾ തള്ളിവിടുന്നത്. കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് വന്നാലാണ് ഹൗ ടു റിയാക്ട് വിത്ത് ദി എൻവയൺമെൻറ്റ്, ഹൗ ടു കം ഔട്ട് ഓഫ് ദി ഷെൽ, അല്ലേ? ഇപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കുക, എഗ്ഗിൻ്റെ ഉള്ളിലുള്ളത് അങ്ങനെ തന്നെ അതിൻ്റെ ഉള്ളിൽ ഇരിക്കുകയാണ്, കംഫർട്ട് സോണിൽ ഇരിക്കുകയാണ്, പുറത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നില്ല, തൊണ്ട് പൊളിച്ച് പുറത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിന് പുറത്ത് മനോഹരമായിട്ടൊരു ലോകമുണ്ടെന്ന് നമുക്കറിയാൻ പറ്റൂ. സോ ഡോണ്ട് ഗോ ആൻഡ് സിറ്റ് അണ്ടർ ദി കംഫർട്ട് സോൺ. അതിലേക്കൊരു ഇൻട്രസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഒരു ഹൈറ്റ്സിലേക്ക് റീച്ച് ചെയ്യാനായിട്ട് പറ്റില്ല. സോ വാട്ട് എവർ റിസ്ക് കം, ഇറ്റ് മേ കം, ഫേസ് ഇറ്റ്. അപ്പോൾ അതിനെല്ലാം തരണം ചെയ്യാനുള്ള കാര്യങ്ങൾ നമുക്ക് കുറച്ചൊക്കെ നമ്മൾ റെഡിയാക്കി പ്രിപ്പയർ ചെയ്തിരുന്നിട്ട് വേണം നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. ഒരു റിസ്ക്കും ഇല്ലാതെ നമുക്ക് ഒരു ബിസിനസ് ഫേസ് ചെയ്യാനായിട്ട് ഒരിക്കലും സാധിക്കില്ല. പ്രതീക്ഷിക്കാതെ എന്ത് വേണമെന്നുണ്ടെങ്കിലും സംഭവിക്കാം. ഓക്കെ, ആൻഡ് ദെൻ ഹോം കൺട്രി ഫാക്ടേഴ്സ്. ഹോം കൺട്രി ഫാക്ടേഴ്സിൽ വെൻ ദി ഡൊമസ്റ്റിക് മാർക്കറ്റ് ഫോർ ദ ഫേം ഇസ് സ്മോൾ, the company is forced to go to international and motivate it to invest heavily to enter new markets. ഇപ്പോൾ ഡൊമസ്റ്റിക് മാർക്കറ്റ് നമ്മുടെ ഹോം കൺട്രിയിലുള്ള നമ്മുടെ കമ്പനിയുടെ പ്രോഡക്റ്റിന് ഡൊമസ്റ്റിക് മാർക്കറ്റിൽ വളരെ ഡിമാൻഡ് കുറവാണെന്നുണ്ടെങ്കിൽ വി ആർ ഫോഴ്സ്ഡ് ഫോർ വാട്ട്? വി ആർ ഫോഴ്സ്ഡ് ടു എൻ്റർ ഇൻ ടു ന്യൂ മാർക്കറ്റ്സ്, അല്ലേ? ഇവിടെ നമുക്ക് സ്കോപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ, സ്കോപ്പ് വളരെ കുറവാണെന്നുണ്ടെങ്കിൽ സ്കോപ്പുള്ള മറ്റു പല രാജ്യങ്ങൾ നമ്മൾ അന്വേഷിക്കേണ്ടി വരും. ആൻഡ് ദെൻ
characteristics of foreign nations business environment അതും ചിലപ്പോൾ നമ്മൾ ആകർഷിക്കാറുണ്ട്. General business regulations, intensity of competition, taste and preferences of consumers, buying patterns of consumers, business infrastructure and ancillary activities, legislation and technological development are key variables that persuade the option of entry mode. അപ്പം പല രാജ്യങ്ങളിൽ നമുക്ക് തുറന്ന് തന്നിട്ടുള്ള നമ്മളെ വെൽക്കം ചെയ്യുന്ന പല രാജ്യങ്ങളുണ്ട്. അതായത് അവിടേക്ക് നമ്മളൊരു കാര്യങ്ങൾക്ക് വേണ്ടി ഒരു ബിസിനസ് സെറ്റപ്പ് ചെയ്യാനായിട്ട് പോകുമ്പോൾ അവർ വലിയ മച്ച് റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഈസിലി പീപ്പിൾ അവിടെ വന്ന് സെറ്റപ്പ് ചെയ്യാനായിട്ട് ഒരു ബിസിനസ് സ്ഥാപനം തുടങ്ങാനൊക്കെ ആയിട്ട് ദേ മേ ബി ഇൻട്രസ്റ്റഡ്. അതാണ് ഞാൻ പറഞ്ഞത്, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് വെൽക്കം ചെയ്യുന്ന പല കൺട്രീസ് ഉണ്ടായിരിക്കും. ചില കൺട്രീസ് റെസ്ട്രിക്റ്റ് ചെയ്യുന്ന കൺട്രീസ് ഉണ്ടായിരിക്കും. കാരണം അവരെ നാട്ടിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അവിടെ തന്നെയാണ് സെയിൽ ചെയ്യേണ്ടത് എന്ന് നിർബന്ധം. ദേ മേ ബി വെൽ വേഴ്സ്ഡ്. അപ്പോൾ അവരൊന്നും ചിലപ്പോൾ ഇൻ്റർനാഷണൽ മാർക്കറ്റ്സിലേക്ക് വരണമെന്നില്ല. ഓക്കെ, അപ്പോൾ ഓരോ രാജ്യങ്ങളുടെ എന്താ പറയുക റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ദ അലവൻസസ്, ഹൗ ഡു ദേ welcome all the other countries to invest in their countries. അതിനെ ബേസ് ചെയ്തിട്ടാണ്. And then is market growth rate. If a marketplace is budding at rapid pace, the firm will be advised to capitalize the opportunity and use exporting. And if the demand for foreign goods is very large, then the company can also establish its own marketing subsidiary. മാർക്കറ്റ് റേറ്റ് ഇൻക്രീസ് ചെയ്യാണ് എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ, അങ്ങനെയാണ് സർവേ തരുന്ന റിപ്പോർട്ട്സ് എന്നുണ്ടെങ്കിൽ വി ക്യാൻ എൻറ്റർ ഇൻ ടു ന്യൂ മാർക്കറ്റ്സ് എന്നുള്ളതാണ്. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് അബൌട്ട് ദി എൻട്രി ബാരിയേഴ്സ്. സെവറൽ ടൈപ്സ് ഓഫ് market barriers that make it tricky for overseas company to enter home market. These barriers include tariff barriers, distribution access, government regulations, exit barriers. These factors tend to manipulate the alternative of entry mode of the business. So പല ബാരിയേഴ്സ് സൃഷ്ടിക്കുന്നതും പല ബാരിയേഴ്സ് ഇല്ലാതാക്കുന്നതും നമ്മുടെ എൻട്രി മോഡിനെ ഒന്നെങ്കിൽ പെർമിറ്റ് ചെയ്യാനോ അതല്ലാന്നുണ്ടെങ്കിൽ വൈൻഡപ്പ് ചെയ്യാനോ നമ്മളെ അട്രാക്റ്റ് ചെയ്യാനൊക്കെ ഹെൽപ്ഫുൾ ആവുന്നതാണ്. ചിലപ്പോൾ ചില കാര്യങ്ങൾ അട്രാക്റ്റീവ്നെസ് മാത്രമേ ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ ചതിക്കുഴികളായിരിക്കാം നമുക്ക് വേണ്ടി അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരിക്കാം. സോ ഓൾവേസ് ബി കെയർഫുൾ വെൻ യു എൻറ്റർ ഇൻ ടു ആൻ ഇൻ്റർനാഷണൽ മാർക്കറ്റ്. നിങ്ങൾ നാഷണൽ മാർക്കറ്റിലേക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. ബട്ട് വെൻ യു ഗോ ഫോർ ഇൻ്റർനാഷണൽ മാർക്കറ്റ് പ്ലീസ് ബിവെയർ എന്നുള്ളതേ നമുക്ക് പറയാനായിട്ട് സാധിക്കുള്ളൂ. ആൻഡ് ലാസ്റ്റ് പാർട്ട് ഈസ് അബൌട്ട് എൻട്രി സ്ട്രാറ്റജി അനാലിസിസ്. നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് എങ്ങനെയൊക്കെയാണ് അനലൈസ് ചെയ്യേണ്ടത് ഓരോ ഫാക്ടേഴ്സും. ഈച്ച് സ്ട്രാറ്റജി ഹാസ് ടു ബി അനലൈസ്ഡ് ഫോർ ദ ഫോളോയിങ് 5 factors: expected sales, cost, investment in assets, profitability, risk factors. ഇതിനെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അനാലിസിസ് നടത്തേണ്ടത്. ഒരു പുതിയ എൻട്രി, ഒരു ബിസിനസ് എൻട്രി നമുക്ക് അങ്ങനെ തന്നെ സ്റ്റാർട്ട് ചെയ്യാനായിട്ടൊന്നും നമുക്ക് സാധിക്കില്ല. അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിലേക്ക് നന്നായിട്ട് നമ്മൾ സെർച്ച് ചെയ്ത് അതിൽ എന്താ പറയുക അതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് മനസ്സിലാക്കിയിട്ട് വേണം ഒരു ബിസിനസ് സ്ട്രാറ്റജിയെ അല്ലെങ്കിൽ ബിസിനസ് അലയൻസിലേക്ക് നമ്മൾ എൻട്രി നടത്തുമ്പോൾ. സോ വിൽ സീ ദ 5 points in that. എന്തൊക്കെയാണ് 5 factors of risk എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് തിങ് ഇസ് എക്സ്പെക്റ്റഡ് സെയിൽസ്. Sales depend on company's market share and the total potential size of the market. നമ്മുടെ സെയിൽസ് ഡിമാൻഡ് എന്ന് പറയുന്നത് ഹൗ ഫാർ വി റീച്ച് ദി കൺസ്യൂമേഴ്സ്, ഹൗ ഫാർ വി റീച്ച് ദി പബ്ലിക്. അപ്പോൾ പബ്ലിക്കിലേക്ക് നമുക്ക് എത്താനായിട്ടും അവർക്കൊരു നീഡായിട്ട് അത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ദ ഡിമാൻഡ് വിൽ ഇൻക്രീസ്. സോ സെയിൽസ് എത്രത്തോളം സെയിൽസാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്, അപ്പോൾ അതിന് നമ്മുടെ രാജ്യത്ത് അതിനുള്ള സ്കോപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ മറ്റ് ഏത് രാജ്യത്താണ് അതിനുള്ള സ്കോപ്പ് ഉള്ളത്.
അതാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. അവിടേക്കാണ് കയറ്റി അയക്കാനായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. എ ലോ എക്സ്പെക്റ്റഡ് വോള്യൂം റൈറ്റ് നൗ മേ ഇൻഡിക്കേറ്റ് ലിറ്റിൽ സക്സസ് ഫോർ എ ന്യൂ എൻട്രി സ്ട്രാറ്റജി. Since it is often impossible to shift quickly for new entry strategy, that is shift quickly into another entry mode once a firm is established. Special attention has to be focused on the need to ensure that the chosen entry strategy offers a long-term opportunity to maximize profits. അപ്പം നമ്മളൊരു എൻട്രി സ്ട്രാറ്റജി ഒരെണ്ണം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഒരു ഷിഫ്റ്റോ അതല്ലാന്നുണ്ടെങ്കിൽ അവിടുന്ന് വേറെ ഒരു ചേഞ്ചിലേക്ക് പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കാം. അപ്പോൾ അത്തരത്തിലുള്ള റിസ്കുകൾ ഫേസ് ചെയ്യാതിരിക്കാനായിട്ട് നമ്മൾ ആദ്യമേ എത്രയായിരിക്കണം നമ്മുടെ എക്സ്പെക്റ്റഡ് സെയിൽസ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാം. ലോ റിട്ടേൺസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ലോ ചാൻസസ് ആണ് വരുന്നത്. സോ നമ്മുടെ എന്താ പറയുക, സെയിൽസിൻ്റെ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ വെദർ വി വാണ്ട് ടു സ്വിച്ച് ഓവർ ടു ദി ഫോറിൻ മാർക്കറ്റ് എന്നുള്ളത് ചിന്തിക്കേണ്ടി വരാം. സെക്കൻഡ് തിങ് ഈസ് നമ്മുടെ കോസ്റ്റ്, നമുക്ക് ഇൻവോൾവ് ചെയ്യുന്ന കോസ്റ്റ്, പ്രൊഡക്ഷൻ കോസ്റ്റ് എത്രത്തോളം വരുമെന്നുള്ളത്. ദ ഇൻ്റർനാഷണൽ ഫേം വിൽ ഹാവ് ടു ഡിറ്റർമൈൻ ദി എക്സ്പെക്റ്റഡ് കോസ്റ്റ് ഓഫ് ഇറ്റ്സ് ഓപ്പറേഷൻ ഇൻ എ ഫോറിൻ കൺട്രി വിത്ത് റെസ്പെക്ട് ടു ബോത്ത് മാനുഫാക്ചറിങ് ആൻഡ് ജനറൽ അഡ്മിനിസ്ട്രേഷൻ. Unit variable cost may vary depending on local production, assembly or exporting as the chosen strategy എന്നുള്ളത്. Fixed cost represent another important element in the analysis. Government regulations may also affect local cost. ഗവൺമെൻറ് കൊണ്ടുവരുന്ന മാറ്റങ്ങൾ, ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ ഓരോ രാജ്യങ്ങളിലും അല്ലെങ്കിൽ ഓരോ സ്പെസിഫിക് ഏരിയാസ് ഈ പാൻഡമിക്കിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ചില ലോക്ക്ഡൗണുകൾ നമ്മൾ പറയുന്നുണ്ട്. അപ്പം ഈ ഒരു സമയത്ത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള എല്ലാവരും സഫർ ചെയ്യാണ് ശരിക്കും പറഞ്ഞു, അല്ലേ? ശരിക്കും സഫർ ചെയ്യാണ്. ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ക്ലാസ്സിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ വൺ ഓഫ് ദി ഡിസ്റ്റൻറ്റ് റിലേറ്റീവ്, അവർ പല ബിസിനസ് ചെയ്തിട്ടും അവർക്കൊന്നും സെറ്റായില്ല. ഏത് ബിസിനസ് ചെയ്തിട്ടും പൊളിയാണ്. എവറി ഇയർ ഹി വിൽ കം അപ്പ് വിത്ത് എ ന്യൂ ബിസിനസ് ആൻഡ് ഹി വിൽ ഫൈൻഡ് നോ വേ ഫോർ ഹിസ് ഫ്യൂച്ചർ എന്നുള്ളത്. ഓക്കെ, ആഫ്റ്റർ ദാറ്റ് ഇയാൾ എന്ത് ചെയ്തു എന്നുണ്ടെങ്കിൽ ഫൈനലി ബാംഗ്ലൂരു പോയിട്ട്, ദാറ്റ് ഈസ് ഹീ തോട്ട് ഓഫ് സ്റ്റാർട്ടിങ് that is rubber gloves and making mask for the hospital, surgical equipmentsന് വേണ്ടി, സർജിക്കൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാസ്കും ഗ്ലൗസും മാനുഫാക്ചർ ചെയ്യുന്ന ഒരു ചെറിയൊരു യൂണിറ്റ് ബാംഗ്ലൂരിൽ തുടങ്ങാം, കർണാടകയിൽ തുടങ്ങാം എന്നുള്ള ഒരു ഐഡിയയിൽ അവർ പോയി ബിസിനസ് തുടങ്ങി. വലിയ കുഴപ്പമൊന്നുമില്ല. ഇനീഷ്യലി 1-2 ഹോസ്പിറ്റൽസിൽ നിന്നൊക്കെ അവർക്ക് കോൺട്രാക്റ്റ് കിട്ടി. അതിനെ ബേസ് ചെയ്ത് ചെറിയ രീതിയിൽ ആ ബിസിനസ് ഒന്ന് വളർന്നു വരുന്നുള്ളൂ. വളർന്നിട്ടില്ലേ, ജനിച്ചിട്ടേ ഉള്ളൂ. പക്ഷേ ഈ ഒരു പാൻഡമിക്കിൻ്റെ സമയത്ത് ബാക്കി എല്ലാ ഓർഗനൈസേഷൻസും അടച്ചുപൂട്ടി വീട്ടിലിരിക്കുമ്പോൾ ഇവർ മാത്രം ദേ ആർ റണ്ണിങ് ആൻഡ് റണ്ണിങ് ആൻഡ് റണ്ണിങ്. അവരെ നല്ല കാലം തെളിഞ്ഞത് എപ്പോഴാണ്? ഈ ഒരു പാൻഡമിക്കിലാണ്. മറ്റ് പല ബിസിനസ്സിന് വേണ്ടി ആഗ്രഹിച്ച് എത്രയോ പ്രയത്നിച്ച് തുടങ്ങി എത്രയോ ബിസിനസ്സസ് എന്താ പറയുക, തുറന്ന് 1 മാസം ആകുമ്പോഴേക്കും ഫുൾ കംപ്ലീറ്റ് ലോക്ക്ഡൗൺ, 4 months 5 months ഒക്കെ നമ്മൾ വീട്ടിലിരുന്നിട്ടില്ലേ? അപ്പോഴൊക്കെ ഇവരൊക്കെ എന്ത് ചെയ്യണം? ഇവരെ ക്യാപിറ്റൽ എവറിത്തിങ് ഈസ് വേസ്റ്റഡ് എന്നുള്ളതാണ്. സോ നമ്മുടെ കോസ്റ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ ചില മാറ്റങ്ങൾ ബേസ്ഡ് ഓൺ ദി ഗവൺമെൻറ്റ്സ് ന്യൂ പോളിസീസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ച് നഷ്ടം സംഭവിക്കാം, ലാഭം സംഭവിക്കാം. ഓക്കെ, ആൻഡ് ദെൻ ഇസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ അസെറ്റ്സ്. അപ്പോൾ അസെറ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് റിസ്ക് ഉള്ളത്, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? ദ ലെവൽ ഓഫ് അസെറ്റ്സ് ഡിപ്ലോയ്ഡ് greatly influences the profitability of each of the entry strategy. The assets may consist of any investments made in conjunction with the entry into the new market. Such investments may comprise working capital in the form of cash, accounts receivable, inventory, and it may include fixed assets also.
ഡിപ്പെൻഡിങ് ഓൺ ദി പർട്ടിക്കുലർ എൻട്രി സ്ട്രാറ്റജി ചൂസ് ചെയ്യണം. അപ്പം നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ള എൻട്രി സ്ട്രാറ്റജീനെ ബേസ് ചെയ്തിട്ടാണ് എന്തൊക്കെയാണ് ഏതൊക്കെ അസറ്റ്സിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് അബൌട്ട് ദി പ്രോഫിറ്റബിലിറ്റി എന്ന് പറയുമ്പോൾ തന്നെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. സോ വാട്ട് യു ഹാവ് ഇൻവെസ്റ്റഡ് ഇൻ ദ ബിസിനസ്, when will you get back the returns? That is the normal expectancy of a businessman. സോ ഏതൊരു ബിസിനസ്മാനും ഉണ്ടാകുന്ന ഒരു ആവലാതി വേവലാതിയൊക്കെ തന്നെയാണ് അത്, അല്ലേ? സോ നമ്മൾ ഇന്നത് ഇത്ര ഇൻവെസ്റ്റ് ചെയ്തു, when we will get our returns with profit എന്നുള്ളതാണ്. Okay, so a company should maximize the future stream of earnings discounted at the cost of capital. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ പ്രസൻറ്റ് വാല്യൂ മാത്രം നോക്കിയിട്ട് കാര്യമില്ല, ഫ്യൂച്ചർ വാല്യൂം കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം. അതിനനുസരിച്ചിട്ട് വേണം നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. സം കമ്പനീസ് മേ പ്രിഫർ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ആസ് എ മോർ അപ്രോപ്രിയേറ്റ് മെഷർമെൻറ്റ് ഓഫ് പ്രോഫിറ്റബിലിറ്റി. ഇൻ ഇതർ കേസ് profitability is dependent on the level of assets, cost and sales. ചിലത് നമ്മുടെ സെയിൽസിന് മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് പ്രോഫിറ്റബിലിറ്റി മെഷർ ചെയ്യുക. ചിലപ്പോൾ നമ്മൾ ലെവൽ ഓഫ് അസറ്റ്സ്, അതേപോലെ തന്നെ നമുക്ക് അതിൽ വരുന്ന കോസ്റ്റ്, സെയിൽസ്, ഇത് എല്ലാതും കൂടി റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്ന കമ്പനീസും ഉണ്ടായിരിക്കാം. സെവറൽ എക്സോജിനസ് റിസ്ക് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് പ്രോഫിറ്റബിലിറ്റി and therefore must be included in the analysis. അതുകൊണ്ടാണ് നമ്മുടെ അനാലിസിസിൽ പ്രോഫിറ്റബിലിറ്റിയും നമ്മൾ കൺസിഡർ ചെയ്യണമെന്ന് പറയുന്നത്. കാരണം പ്രോഫിറ്റബിലിറ്റിനെ കുറിച്ച് നമ്മൾ വല്ലാണ്ട് ബോധേർഡ് ആയില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ greatly affect the business organization. And last point is about the risk factors. Risk factors നോക്കുകയാണെന്നുണ്ടെങ്കിൽ each country hosting a foreign subsidiary may take action of a political, economic or regulatory nature that can completely devastate any carefully drawn up business plan. Political turmoil in many parts of the world have greatly affected business and investment conditions. ഓരോ രാജ്യങ്ങളിലുമുള്ള പൊളിറ്റിക്കൽ, എക്കണോമിക്കൽ ആയിട്ടുള്ള ചേഞ്ചസ്, ബാക്കി ഏതൊക്കെ കാര്യങ്ങളിലാണോ മാറ്റങ്ങൾ വരുന്നത് അതിനെക്കുറിച്ചുള്ള ഒരു കംപ്ലീറ്റ് സ്റ്റഡി എടുക്കാതെയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നതെങ്കിൽ ചിലപ്പോൾ പല കമ്പനീസിനും പല രീതിയിലുള്ള നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ, നൗ വിൽ കമ്മിങ് ടു ദി കൺക്ലൂഷൻ പാർട്ടിലേക്ക് വരികയാണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ നോക്കിയത് എന്തൊക്കെയായിരുന്നു? ബിസിനസ് സ്ട്രാറ്റജീനെ കുറിച്ച്, ബിസിനസ് എൻട്രീനെ കുറിച്ചിട്ടാണ്. നമ്മുടെ എന്താ പറയുക, ഡൊമസ്റ്റിക് മാർക്കറ്റിൽ നിന്ന് വിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഗ്ലോബൽ ലെവലിലേക്ക്, ഒരു ഇൻ്റർനാഷണൽ മാർക്കറ്റിലേക്ക് നമ്മൾ കാലെടുത്ത് വയ്ക്കുമ്പോൾ നമുക്ക് ഫേസ് ചെയ്യാവുന്ന റിസ്കുകൾ എന്തൊക്കെയാണ്, നമുക്ക് തിരഞ്ഞെടുക്കാവുന്ന എൻട്രി മോഡുകൾ എന്തൊക്കെയാണ്, ഇതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കിയത്. ഓക്കെ, സോ ഇതിൻ്റെ ഒരു കൺക്ലൂഷൻ എന്ന് പറയുമ്പോൾ ദ യൂഷ്വൽ ബിസിനസ് കണ്ടീഷൻസ് മൈ ഡിഫർ ഫ്രം ഡൊമസ്റ്റിക് മാർക്കറ്റ് ആൻഡ് മേ ഈവൻ കോൺസ്റ്റിറ്റ്യൂട്ട് ഹയർ ലെവൽ ഓഫ് സോഷ്യോ cultural differences and trade barrier that may prove to be complex to handle. If the firm lacks important resources and organizational capabilities in unfamiliar foreign markets, underline ചെയ്യേണ്ട കാര്യമാണ്. നമുക്ക് ഒട്ടും പരിചയമില്ലാത്തതാണ് ഫോറിൻ മാർക്കറ്റ്സ് എന്ന് പറയുന്നത്. നമുക്ക് നമ്മുടെ നാട്ടിലത്തെ മാർക്കറ്റ്സിനെ കുറിച്ചിട്ട് തന്നെ മര്യാദയ്ക്ക് സ്റ്റഡി നടത്താണ്ടാണ് ഓരോരുത്തരും ബിസിനസ് എന്ന് പറഞ്ഞിട്ട് ചാടി പുറപ്പെടുന്നത്. നമ്മൾ ഒരു ബിസിനസ്സിലേക്ക് എൻ്റർ ചെയ്യുന്നതിനേക്കാളും മുമ്പ് 3 to 5 years ആണ് നമ്മൾ സ്റ്റഡി നടത്തേണ്ട പീരിയഡ് എന്ന് പറയുന്നത്. നമുക്ക് മാർക്കറ്റിൽ നടത്തുന്ന ഓരോ മൂവിനെ കുറിച്ചിട്ടും നമ്മൾ അറിയേണ്ടതാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് നമ്മുടെ ഹോം മാർക്കറ്റ്സിനെ കുറിച്ച് അറിഞ്ഞിട്ട് വേണം നമ്മളെപ്പോഴും ഇൻ്റർനാഷണൽ മാർക്കറ്റിലേക്ക് നമ്മൾ കാലെടുത്തും. കാരണം ഒട്ടും തന്നെ ഫെമിലിയർ അല്ലാത്തൊരു ഫീൽഡാണ്. ഓക്കെ, then it may become difficult to sustain in the market for long periods. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ലോങ് പീരിയഡ്സിൽ മാർക്കറ്റിൽ നിൽക്കാനായിട്ട് സാധിക്കില്ല. ദേ വന്നു ഇതാ പോയി എന്നുള്ള രീതിയിൽ നമുക്ക് തിരിച്ചു പോരേണ്ടി വരും. However, being aware of the potential of target market is requisite for being a decision regarding entry into foreign markets. So നമുക്ക് ഈ ബാരിയേഴ്സൊക്കെ തരണം ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനെ പറ്റിയ ആൾക്കാരൊക്കെ ആയിട്ട് നമുക്ക് കൊളാബറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ വി ക്യാൻ ജോയിൻ ദി ഹാൻഡ്സ്
ഈ സ്ട്രാറ്റജിക് അലയൻസ് ഒക്കെ എന്ന് പറയുമ്പോൾ വലിയ റിസ്ക്കുകൾ വരുന്നില്ല. നമ്മുടെ കയ്യിലുള്ള റിസോഴ്സസൊക്കെ ആയിട്ട് നമ്മൾ ജോയിൻ ചെയ്യുകയാണ്, അവരുടെ കയ്യിലുള്ള റിസോഴ്സൊക്കെ ആയിട്ട് അവർ വരികയാണ്. അങ്ങനെ എല്ലാ എൻറ്റിറ്റീസും കൂടിയിട്ട്, എല്ലാ ഓർഗനൈസേഷൻസും കൂടിയിട്ട് സെപ്പറേറ്റ് എൻറ്റിറ്റീസ് ആയിട്ട് നിന്നുകൊണ്ട് തന്നെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് ക്വാളിറ്റി പ്രോഡക്ട്സോ സർവീസസോ ലോകം മുഴുവൻ പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. സോ വെൻ യു എൻറ്റർ ഇൻ ടു എ ഫോറിൻ മാർക്കറ്റ്, before that go through all the factors, the risk what we are going to face, and then study the international market very well, and then enter into the market for the business. Okay, so ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം. we will continue on the next class with a new topic, that is chapter 13 and 14. അതാണ് ഇനി ഞാൻ എടുക്കുന്നത്. 12th chapter ഷെറിന മിസ് തന്നെയായിരിക്കും കണ്ടിന്യൂ ചെയ്യുന്നത്. Okay, so until then, bye bye, take care.